Every town has one, a hotel with a story, a place people avoid but never close down. In this town, it was room 313 at the Oak Ridge Hotel. They say it stood at the end of a dark, forgotten hallway, under layers of dust and silence. They say the room waits. When Tim arrived, he felt it, that chill in the air, that lingering sense of dread, as if the very walls remembered. He'd heard the stories, of course, that once you stepped inside room 313, the room never truly let you go. But something had drawn him here tonight, an inexplicable pull to face the unknown. His hand trembled as it hovered near the doorknob, feeling a strange resistance, almost as if the door itself could sense his hesitation. And then, the door creaked open. He stepped in, and the door closed softly behind him, as if sealing him into the shadows. A dim light flickered above, casting ghostly shapes on the cracked walls. And there it was, an antique mirror, standing alone, fractured and old, almost breathing. The glass reflected him, but not quite. Something was wrong. His face, staring back at him, wore an unfamiliar smile. And in that smile, he realized. Room 313 had found him. The stories were true. The room remembered, and once you entered, it would never let you forget. ഇത്തരം ആനിമേഷൻ വീഡിയോസ് AI ടൂൾസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്കിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ChatGPT ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ എനിക്കൊരു ഹൊറർ സ്റ്റോറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്രിയേറ്റ് എ ഷോർട്ട് ഹൊറർ സ്റ്റോറി സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ കുറേ സ്ക്രിപ്റ്റുകൾ വരും. അതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സ് എത്ര വേണം, ലൊക്കേഷൻ എങ്ങനെയാണെന്നൊക്കെയുള്ള പ്രോംപ്റ്റ് ChatGPTയിൽ കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടും. ഈ സ്ക്രിപ്റ്റിനെ നമ്മൾ ഇമേജ് പ്രോംപ്റ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ChatGPTയോട് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഇമേജ് പ്രോംപ്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി പ്രോംപ്റ്റുകൾ വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് ഇമേജ് പ്രോംപ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ ഇമേജ് പ്രോംപ്റ്റുകളെ നമ്മളിനി ഇമേജ് ആക്കണം. അത് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടൂള് ലിയനാർഡോ AI എന്ന് പറഞ്ഞിട്ടൊരു AI ടൂളാണ്. നമ്മൾ ആദ്യം തന്നെ Gmail വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഇതാണ് ലിയനാർഡോ AIയുടെ ഇൻ്റർഫേസ് വരുന്നത്. നമുക്ക് പെർ ഡേ 150 ക്രെഡിറ്റ്സ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെയാണ് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. ടൈപ്പ് എ പ്രോംപ്റ്റ് എന്നുള്ളിടത്താണ് നമ്മൾ നമ്മുടെ പ്രോംപ്റ്റ് കോപ്പി ചെയ്തിടേണ്ടത്. ChatGPTയിലേക്ക് പോയതിന് ശേഷം ആദ്യത്തെ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുക. അതിനുശേഷം ലിയനാർഡോ AIയിൽ ടൈപ്പ് എ പ്രോംപ്റ്റ് എന്നുള്ളിടത്ത് അത് കോപ്പി ചെയ്യാം. അതിനുശേഷം ജനറേറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 ഇമേജസ് ആണ് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഇത് 60:9 എന്നുള്ള റേഷ്യോയിലാണ് ജനറേറ്റ് ആവുന്നത്. നമ്മളിത് പേ ചെയ്തതിന് ശേഷം നമുക്ക് പല റേഷ്യോയിലും ഇത്ര നമ്പർ വേണേലും ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് 4 ഇമേജസ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പ്രോംപ്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഇമേജ് ഏതാണെന്ന് നോക്കുക. അതിനുശേഷം നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഈ 4 ഇമേജസിൽ ഏതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ തന്നെ ഉണ്ട്. ആ ഡൗൺലോഡ് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇതുപോലെ നമ്മൾ വീണ്ടും ChatGPTയിലേക്ക് പോവുക, അടുത്ത ഇമേജ് പ്രോംപ്റ്റ് എടുക്കുക, എന്നിട്ട് ലിയനാർഡോ AIയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇമേജസും ജനറേറ്റ് ചെയ്യാം. ഇവിടെ ഒരു ദിവസം നമുക്ക് 150 ക്രെഡിറ്റ്സ് ആണ് കിട്ടുക. പിറ്റേ ദിവസം ആകുമ്പോൾ വീണ്ടും 150 ജനറേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇന്ന് 150 കഴിയുകയാണെങ്കിൽ നമുക്ക് ഇമേജ് എല്ലാം എടുത്ത് തീർന്നിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ മെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ നിന്നും കിട്ടും നമുക്ക് 150 ക്രെഡിറ്റ്സ്. അത് വെച്ചിട്ട് നമുക്ക് എല്ലാ ഇമേജസും ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എനിക്ക് വേണ്ട എല്ലാ ഇമേജസും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ഫോൾഡറിലാക്കിയിട്ട് എല്ലാ ഇമേജസ് ഇട്ടു. ഇപ്പോൾ എൻ്റെ സ്റ്റോറിക്ക് ആവശ്യമുള്ള എല്ലാ പ്രോംപ്റ്റുകളെയും ഞാൻ ഇമേജസ് ആക്കി. ഇനി ചെയ്യാനുള്ളത് ഈ ഇമേജസുകളെ വീഡിയോ ആക്കുകയാണ് വേണ്ടത്. അതിന് നമ്മളിന്ന് യൂസ് ചെയ്യണത് Hailuo AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI ടൂളാണ്.
റൺവേ ML പിക്ക് ലാബ് പോലെ വേറെയും കുറേ ടൂൾസ് ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇതാണ്. ഇതും നമ്മൾ ഗൂഗിൾ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇമേജിനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമേജിനെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ChatGPTയിലേക്ക് പോയിട്ട് ആദ്യത്തെ പ്രോംപ്റ്റിൽ കൊടുത്തിട്ടുള്ള മൂവ്മെൻറ്റ്സും എന്തൊക്കെയാണ് വീഡിയോയിൽ വേണ്ടത് പോലുള്ളത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജനറേറ്റ് കൊടുക്കുക. ഇത് കുറച്ച് ടൈം എടുക്കും, കാരണം ഫ്രീ ടൂളായ കാരണം പലരും യൂസ് ചെയ്യുന്നുണ്ട്, അത് കാരണം ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ലിയനാർഡോയിൽ ചെയ്ത പോലെ തന്നെ മറ്റൊരു മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് ബാക്കി ഇമേജസ് വീഡിയോ ആക്കാൻ അതിലിടുക. ഇതാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് അടിക്കുന്നത്. ഇതുപോലെ നമ്മളുടെ വീഡിയോസ് നോക്കുക. നമ്മൾക്ക് വേണ്ട പോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിയിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അല്ലെങ്കിൽ വീണ്ടും ജനറേറ്റ് ചെയ്യാൻ ഇടുക. ഇത്തരത്തിൽ എല്ലാ ഇമേജസിനും ഞാൻ വീഡിയോ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫോൾഡറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വോയിസ് ഓവറാണ്, ഒരു നരേഷനാണ് വേണ്ടത്. അതിനായിട്ട് ChatGPTയോട് ഞാൻ ഈ സ്ക്രിപ്റ്റിനെ ഒരു നരേഷൻ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ നരേഷൻ മോഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ElevenLabs എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ വെച്ചിട്ടാണ് വോയിസ് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് ഫ്രീ കൊടുത്തിട്ട് മെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റിനെ കോപ്പി ചെയ്യുക. ഇവിടെ നമുക്ക് വോയിസ് സെലക്ട് ചെയ്യാൻ പറ്റും, എങ്ങനത്തെ വേണം, നരേഷൻ വേണോ, ന്യൂസ് ഏതാ വേണ്ടിച്ച് ചൂസ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം ജനറേറ്റ് സ്പീച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ക്രിപ്റ്റിന് ഒരു വോയിസ് ഓവർ കിട്ടിയിട്ടുണ്ട്. Every town has one, a hotel with a story, a place people avoid but never close down. നമുക്ക് ആവശ്യമുള്ള സ്ക്രിപ്റ്റിന് ഒരു വോയിസ് ഓവർ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അടിയിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഇമേജസും ആയിട്ട്, ഇമേജസിനെ വീഡിയോ ആയിട്ട്, നമുക്ക് വേണ്ടിയിട്ടുള്ള നരേഷൻ ഓഡിയോ ആയിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എഡിറ്റിംഗ് ആണ്. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. നമ്മളിവിടെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് CapCut ആണ്. നമുക്ക് പ്രീമിയർ പ്രോയോ ഡാവിഞ്ചിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ CapCutൽ കയറി ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് കൊടുത്തതിന് ശേഷം എല്ലാ ഇമേജസും നമ്മൾ വീഡിയോസും ഓഡിയോസും നമ്മളിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിന് ശേഷം ഓഡിയോയ്ക്ക് അനുസരിച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുക. പിക്സാബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് കയറിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഓഡിയോസും സൗണ്ട് എഫക്ട്സും നമ്മൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. Every town has one, a hotel with a story, a place people avoid but never close down.